ഹായ് എവ്രി വൺ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ സെറ്റിൻ്റെ സിലബസിൽ 5th മൊഡ്യൂളിലുള്ള ഇംഗ്ലീഷ് ഓവർസീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വരുന്ന ടോപ്പിക്കാണ് പിഡ്ജിൻസ് എന്നുള്ളത്. നമ്മുടെ സെറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലെല്ലാം തന്നെ പിഡ്ജിൻസിൽ നിന്നും ക്രിയോൾസിൽ നിന്നും ക്വസ്റ്റ്യൻസുകൾ നമുക്ക് കാണാറുണ്ട്. ഈ രണ്ട് ടോപ്പിക്കുകളും, അതായത് പിഡ്ജിൻസും ക്രിയോൾസും, നമ്മൾ രണ്ട് വീഡിയോ ആയിട്ടായിരിക്കും കവർ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പിഡ്ജിൻസ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ് എന്നൊക്കെയുള്ളതാണ്. നമ്മൾ ഏതൊരു ലാംഗ്വേജിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും ആ ലാംഗ്വേജുമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ ലാംഗ്വേജുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടേംസുകളുണ്ട്. അതിൽ വരുന്നതാണ് പിഡ്ജിൻ, ക്രിയോൾ, ഡയലക്റ്റ്, രജിസ്റ്റർ. ഇങ്ങനെയുള്ള ടേംസ് ഒക്കെ നമ്മളൊരു ലാംഗ്വേജ് സ്റ്റഡി നടത്തുന്ന ഒരു ടൈമിൽ വരുന്ന ടേംസുകളാണ്. ഇനി നമ്മൾ വെറുതെ പിഡ്ജിൻ എന്ന് പറഞ്ഞാലും പിഡ്ജിൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാലും അതിൻ്റെ രണ്ടിൻ്റെയും അർത്ഥം ഒന്നാണ്. അതായത് പിഡ്ജിൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നതും പിഡ്ജിൻ എന്ന് പറയുന്നതും ഇംഗ്ലീഷിനെ തന്നെയാണ് റെഫർ ചെയ്ത് പറയുന്നത്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താണ് പിഡ്ജിൻസ്, അല്ലെങ്കിൽ എങ്ങനെയാണ് പിഡ്ജിൻസ് വരുന്നത്, പിഡ്ജിൻസിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഒരു ലാംഗ്വേജിൽ വരുന്ന ഫീച്ചേഴ്സും ക്യാരക്ടറിസ്റ്റിക്സുകളും അതിൻ്റെ എലമെൻസും കാര്യങ്ങളും ഒക്കെ എന്താണ്, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അപ്പം നമുക്കറിയാം, പിഡ്ജിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് ഒരു ലാംഗ്വേജ് ഇല്ലാത്ത രണ്ട് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ തമ്മിൽ കുറേ വർഷത്തെ സഹവാസം അല്ലെങ്കിൽ കുറേ വർഷത്തെ ടോക്കിംഗ് ടേംസ് വരുമ്പോഴുള്ള ഒരു ന്യൂ ലാംഗ്വേജിൻ്റെ ക്രിയേഷനെയാണ് നമ്മൾ പിഡ്ജിൻ എന്ന് പറയുന്നത്. അപ്പം ഈ ലാംഗ്വേജിൽ അതായത് ഈ ന്യൂ ലാംഗ്വേജിൽ പഴയ രണ്ട് ലാംഗ്വേജിൻ്റെയും ഫീച്ചേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു ട്രേഡിൻ്റെ പേർപ്പസിന് വേണ്ടിയിട്ട് രണ്ട് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഏകദേശം ഒരേ സ്ഥലത്ത് തന്നെ എപ്പോഴും വന്ന് കാണുന്നു, സ്ഥലം വിൽക്കുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന ട്രേഡും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വിൽക്കുന്നു. അങ്ങനെ വരുമ്പം കുറേ വർഷങ്ങൾക്ക് ശേഷം ഇവരുടെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് അവരായിട്ട് തന്നെ ഒരു ലാംഗ്വേജ് നാച്ചുറലി ഡെവലപ്പ് ചെയ്ത് വരുന്നു. അതിനെയാണ് നമ്മൾ പിഡ്ജിൻ എന്ന് പറയുന്നത്. അപ്പോൾ പിഡ്ജിൻ നോർമലി ഒരു എസ്റ്റാബ്ലിഷ്ഡ് ലാംഗ്വേജോ അല്ലെങ്കിൽ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയോ അല്ല, അല്ലെങ്കിൽ വളരെ ഗ്രാമറും ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ലാംഗ്വേജ് ആയിട്ടല്ല, വെറും പ്രാക്ടിക്കൽ പർപ്പസസിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു ലാംഗ്വേജിനെയാണ് നമ്മൾ പൊതുവെ പിഡ്ജിൻ എന്ന് പറയുന്നത്. അതായത് ട്രേഡ് ആകാം, കൊമേഴ്സ് ആകാം, ടൂറിസം ആകാം, അങ്ങനെ പല പ്രാക്ടിക്കൽ പർപ്പസസിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ലാംഗ്വേജിനെയാണ് നമ്മൾ പിഡ്ജിൻ എന്ന് പറയുന്നത്. ആൻഡ് ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി ഉള്ള സ്ഥലങ്ങളിലാണ് പൊതുവെ ഈ പറയുന്ന പിഡ്ജിൻ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും തന്നെ മലയാളമാണ് സംസാരിക്കുന്നത്. അപ്പം രണ്ട് സ്ഥലങ്ങൾ വന്ന് ഒന്നിച്ചു നിൽക്കുന്ന ഒരു ടൈമിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ട്രേഡിനോ ടൂറിസത്തിനോ വരുമ്പം അവിടെ കൂടുതലായിട്ടും പുതിയൊരു ഡയലക്റ്റ് അല്ലെങ്കിൽ പുതിയൊരു ലാംഗ്വേജ് ഉരുതിരിഞ്ഞ് വരേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. കാരണം അവിടെ ഒരു ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി വരുന്നില്ല. അപ്പൊ പൊതുവെ ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി വരുന്ന ഒരു സ്ഥലത്ത് ആണ് നമുക്ക് ഈ ഒരു പിഡ്ജിന്റെ ഡെവലപ്മെന്റും കാര്യങ്ങളും ഒക്കെ കാണാനായിട്ട് പറ്റുന്നത്. എനിവേ, in this video we will explore the definitions of pidgin. So moving to pigeons, a pidgin is a grammatically simplified language that develops between two or more groups without a common language. അതായത് ഒരു കോമൺ ലാംഗ്വേജ് ഇല്ലാതെ രണ്ടോ അതിൽ കൂടുതലോ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ തമ്മിൽ ഉള്ള സംസാരത്തിൽ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഗ്രാമാറ്റിക്കലി സിമ്പിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജിനെയാണ് നമ്മൾ പിഡ്ജിൻ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഗ്രാമാറ്റിക്കലി സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പർപ്പസ് എന്ന് പറയുന്നത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ്. അവിടെ ലിറ്ററേച്ചർ വരുന്നില്ല, അല്ലെങ്കിൽ കാവ്യാത്മകമായി ഒന്നും വരുന്നില്ല. ഇതിന്റെ സോൾ പർപ്പസ് എന്ന് പറയുന്നത് ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുക എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ പർപ്പസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗ്രാമാറ്റിക്കലി സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആയിരിക്കും ഈ ഒരു പിഡ്ജിൻ എന്ന് പറയുന്നത്. ആൻഡ് ഇത് തമ്മിൽ ഇത് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ഈ ഗ്രൂപ്പുകൾ തമ്മിൽ ഒരു കോമൺ ലാംഗ്വേജ് ആകാനും പാടില്ല. കാരണം കോമൺ ലാംഗ്വേജ് ആണെങ്കിൽ ഒബ്വിയസ്ലി അവർ ആ ഒരു കോമൺ ലാംഗ്വേജിലായിരിക്കും സംസാരിക്കുക. അപ്പോൾ അവിടെ പിഡ്ജിന്റെ ഒരു ആവശ്യം വരുന്നില്ല.
So it typically has limited vocabulary and grammar, often drawn from multiple languages. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഹിന്ദി, മലയാളം, തമിഴ് ഈ 3 ലാംഗ്വേജും കൂടി മിക്സ് ചെയ്ത് ഒരു ട്രേഡിന് വരുവാണെങ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന പിഡ്ജിൻ എന്ന് പറയുന്നത് ഈ 3 ലാംഗ്വേജിലെയും വേർഡ്സുകളെ എടുത്തുകൊണ്ടുള്ളതായിരിക്കും. പക്ഷേ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ 3 ഗ്രൂപ്പ് ഓഫ് ആൾക്കാരും അവരവരുടെ സ്ഥലത്തേക്കോ അല്ലെങ്കിൽ അവരവരുടെ നാട്ടിലോട്ടോ തിരിച്ചു പോയി കഴിയുമ്പം പിന്നെ ഈ ഒരു പിഡ്ജിൻ ഉപയോഗിക്കാനുള്ള ചാൻസ് കുറവാണ്. അതായത് ഈ ഒരു പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കണം അവർ ഈ പറയുന്ന പിഡ്ജിൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പിഡ്ജിൻ എടുക്കുമ്പം അതിൽ ലിമിറ്റഡ് വൊക്കാബുലറി ആയിരിക്കും. അതായത് ട്രേഡിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തൊരു പിഡ്ജിൻ ആണെങ്കിൽ ആ ട്രേഡിന്റെ വൊക്കാബുലറികളായിരിക്കാം ആ പിഡ്ജിനിൽ കൂടുതലായിട്ടും കാണാനായിട്ട് പറ്റുന്നത്. അതേപോലെ തന്നെ ടൂറിസം ആണെങ്കിൽ ടൂറിസമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേർഡ്സുകളായിരിക്കും ആ ഒരു പിഡ്ജിനിൽ കൂടുതലായിട്ടും കണ്ടുവരിക. സോ അപ്പം ടിപ്പിക്കലി ഇറ്റ് ഹാസ് ലിമിറ്റഡ് വൊക്കാബുലറി ആൻഡ് ഗ്രാമർ ആൻഡ് ഇറ്റ് ഹാസ് ഓഫൻ ഡ്രോൺ ഫ്രം മൾട്ടിപ്പിൾ ലാംഗ്വേജസ്. Employed in trade or in situations where groups speak different languages without a common language in the country. അതായത് പൊതുവെ ഈ ഒരു പിഡ്ജിൻ സംസാരിക്കുന്നത് ട്രേഡ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ പല ലാംഗ്വേജ് സംസാരിക്കുകയാണ് അവരുടെ കൺട്രിയിൽ. ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മൾട്ടി ലിംഗ്വൽ ഡൈവേഴ്സിറ്റി ഉള്ള ഒരു സ്ഥലത്താണ് പൊതുവെ നമുക്ക് ഈ ഒരു കാര്യം കണ്ടുവരാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഇത്രയാണ് പിഡ്ജിന്റെ ഡെഫിനിഷൻ പറയുമ്പം നമ്മൾ ഓർത്തിരിക്കേണ്ടത്.
ഇനി പിഡ്ജിന്റെ ടേം നമ്മൾ എടുക്കുകയാണെങ്കിൽ പിഡ്ജിൻ എന്ന് പറയുന്നത് ബിസിനസ് എന്നുള്ള ഇംഗ്ലീഷ് വേർഡിന്റെ ചൈനീസ് പ്രൊനൗൺസിയേഷനിൽ നിന്നാണ് പിഡ്ജിൻ എന്നുള്ളൊരു വേർഡ് ആദ്യമായിട്ട് ഒറിജിനേറ്റ് ചെയ്ത് വരുന്നത്. അപ്പം ഒരു ഏർലി 19th സെഞ്ചുറിയിലൊക്കെ പിഡ്ജിൻ റെഫർ ചെയ്യുന്നത് തന്നെ ഒരു ബിസിനസ് ആവശ്യത്തിനായിരുന്നു, അല്ലെങ്കിൽ ആക്ഷൻ, ഒക്കുപ്പേഷൻ, അഫെയർ അങ്ങനെയുള്ള ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ പിഡ്ജിൻ ഏർലി 19th സെഞ്ചുറിയിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഫസ്റ്റ് അറ്റസ്റ്റേഷൻ ഓഫ് പിഡ്ജിൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ബിസിനസ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ആ വേർഡ് ആദ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് 1855 ഇറ്റ് വാസ് ഫസ്റ്റ് റെക്കോർഡഡ് ഇൻ 1855 ആൻഡ് ദിസ് മാർക്സ് ദി ബിഗിനിങ് ഓഫ് പിഡ്ജിൻ ബീങ് അസോസിയേറ്റഡ് വിത്ത് എ സിംപ്ലിഫൈഡ് ലാംഗ്വേജ് യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഗ്രൂപ്പ്സ്. അങ്ങനെയാണ് നമ്മൾ പിഡ്ജിൻ എന്ന് പറയുന്ന ഒരു വേർഡ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. ഇനി പിഡ്ജിൻ എന്ന് പറയുന്നത് തന്നെ എന്താണ്, പിഡ്ജിൻ ഇംഗ്ലീഷ് എന്നാണ് പറയുന്നത്. അതായത് ഒരു 1860s ഒക്കെ ആയപ്പം പിഡ്ജിൻ എലോൺ കുഡ് റെഫർ ടു പിഡ്ജിൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്യണ്ടായിരുന്നു. പിഡ്ജിൻ എന്നൊരു വേർഡ് തന്നെ പിഡ്ജിൻ ഇംഗ്ലീഷിനെ റെഫർ ചെയ്യാനായിട്ട് വന്നു. അപ്പം ഒരു ലേറ്റ് 19th സെഞ്ചുറി വരുന്ന ഒരു ടൈമിൽ എന്താണ് പിഡ്ജിൻ എന്ന് പറയുന്നത് എനി സിംപ്ലിഫൈഡ് ലാംഗ്വേജ്, അതായത് അതിന്റെ അർത്ഥം കുറച്ചും കൂടി വിപുലീകരിച്ച് എനി സിംപ്ലിഫൈഡ് ലാംഗ്വേജ് എന്നുള്ളൊരു കോൺസെപ്റ്റിലോട്ട് വന്നു. അതായത് പിഡ്ജിൻ എന്ന് പറഞ്ഞാൽ പിഡ്ജിൻ ഇംഗ്ലീഷ് മാത്രമല്ല, പകരം ബാക്കി കമ്മ്യൂണിറ്റീസിലും ബാക്കി കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ ബാക്കി ഗ്രൂപ്പ്സുകളുടെ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്ന എനി സിംപ്ലിഫൈഡ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ടേം ആയിട്ട് പിഡ്ജിൻ മാറി. അപ്പൊ ഇതാണ് പിഡ്ജിൻ എന്ന് പറയുന്ന ഒരു വേർഡിന്റെ ഒറിജിൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പിഡ്ജിന്റെ ഫീച്ചേഴ്സ് നോക്കുവാണെങ്കിൽ പിഡ്ജിനിൽ സിംപ്ലിഫൈഡ് ലിംഗ്വിസ്റ്റിക് കമ്മ്യൂണിക്കേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ട്രേഡിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തൊരു പിഡ്ജിൻ ആണെങ്കിൽ ആ ട്രേഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വേർഡ്സുകളും കാര്യങ്ങളും ആയിരിക്കും ആ പിഡ്ജിനിൽ കൂടുതലായിട്ട് വരുന്നത്. സെയിം ഹാപ്പൻസ് ഫോർ ടൂറിസം ഓർ സെയിം ഹാപ്പൻസ് ഫോർ എനി അതർ പ്രാക്ടിക്കൽ പർപ്പസസ്. അപ്പം പിഡ്ജിൻ എന്ന് പറയുന്നത് ഒരു റെഡ്യൂസ്ഡ് ലാംഗ്വേജ് ആണ്. എൻ്റെ ലാംഗ്വേജിൽ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന കുറച്ച് ടേംസുകളെ സെലക്ട് ചെയ്തുകൊണ്ട് ഞാൻ വേറൊരാളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാണ്. അപ്പം ആ കമ്മ്യൂണിക്കേഷനിൽ അവരുടെ ലാംഗ്വേജിലെയും ഈ പർട്ടിക്കുലർ പർപ്പസിന് യൂസ് ചെയ്യുന്ന ടേംസുമായിട്ട് ഇവിടെ ഒരു ഇന്റർ കണക്ഷൻ വരുവാണ്, അല്ലെങ്കിൽ ഒരു ക്രോസ് ഫെർട്ടിലൈസേഷൻ വരുവാണ്. അപ്പം പിഡ്ജിൻസ് എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് ലാംഗ്വേജ് ആണ്. അതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, ടു ഫെസിലിറ്റേറ്റ് ബേസിക് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളൊരു പർപ്പസിന് വേണ്ടി തന്നെ വന്നൊരു കാര്യമാണ് ഈ പറയുന്ന സിംപ്ലിഫൈഡ് ലിംഗ്വിസ്റ്റിക് അല്ലെങ്കിൽ ഒരു പിഡ്ജിൻ എന്ന് പറയുന്നത്. ഇനി ഇറ്റ്സ് എ കൺസ്ട്രക്റ്റഡ് ഇംപ്രോപ്റ്റു ഓർ ബൈ കൺവെൻഷൻ. അതായത് ഒരു പിഡ്ജിൻ എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ കൺസ്ട്രക്റ്റഡ് ആകാം. ഒന്നാമത് അത് ഇംപ്രോംപ്റ്റു ആയിട്ട് ചെയ്യും. അതായത് പിഡ്ജിൻസിന് ഒന്നെങ്കിൽ വളരെ സ്പോണ്ടേനിയസ്ലി ക്രിയേറ്റ് ആകാം, കുറെ ആളുകൾ തമ്മിൽ ഒന്നിച്ച് സംസാരിക്കുമ്പം അതിനുള്ളിൽ ഉരുതിരിഞ്ഞ് വരുന്ന ഒരു ലാംഗ്വേജ് ആയിട്ട് ഗ്രാജുവലി അതിന് എന്താണ് സ്പോണ്ടേനിയസ്ലി വരാം. അല്ലെങ്കിൽ ഒരു മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ലാംഗ്വേജ് ആയിട്ടും വരാം. അതാണ് പറയുന്നത് ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് ഇംപ്രോപ്റ്റു ഓർ ബൈ കൺവെൻഷൻ. ഒന്നെങ്കിൽ സ്പോണ്ടേനിയസ്ലി ഒരു പിഡ്ജിൻ ഗ്രാജുവലി അവിടെ ക്രിയേറ്റഡ് ആകാം, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇന്റൻഷനലി എന്താണ് ഒരു മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് അവിടെ പിഡ്ജിൻ ക്രിയേറ്റ് ചെയ്യപ്പെടാം. Then it is learned as a second language, not native to any speech community. Pidgin എന്ന് പറയുന്നത് ആരുടെയും ഫസ്റ്റ് ലാംഗ്വേജ് അല്ല, അല്ലെങ്കിൽ ആരുടെയും നേറ്റീവ് ലാംഗ്വേജ് അല്ല. പക്ഷേ ഈ ഒരു പിഡ്ജിൻ ക്രിയോളായി മാറിയാൽ ചിലപ്പോൾ അതൊരു ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ട് മാറാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എന്നാലും പിഡ്ജിൻ എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ലാംഗ്വേജ് ആണ്. ഒരു കമ്മ്യൂണിറ്റിയുടെയും ഒരു സ്പീച്ച് കമ്മ്യൂണിറ്റിയുടെയും ഫസ്റ്റ് ലാംഗ്വേജോ അല്ലെങ്കിൽ നേറ്റീവ് ലാംഗ്വേജോ അല്ല പിഡ്ജിൻ എന്ന് പറയുന്നത്. സോ പിഡ്ജിൻസ് ആർ നോട്ട് നേറ്റീവ് ടു എനി സ്പീച്ച് കമ്മ്യൂണിറ്റി, ബട്ട് ഇറ്റ് ഈസ് അക്വയർഡ് ആസ് എ സെക്കൻഡറി ലാംഗ്വേജ്. അത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ദിസ് ഈസ് യൂസ്ഡ് ഫോർ പ്രാക്ടിക്കൽ പർപ്പസസിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ പഠിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് പിഡ്ജിൻ എന്ന് പറയുന്നത്. And it is built from words, sounds or body languages from various languages. അതായത്
പിഡ്ജിൻസ് മൾട്ടിപ്പിൾ ലാംഗ്വേജ്, ഞാൻ പറഞ്ഞു രണ്ടോ അതിൽ കൂടുതലോ കോമൺ ലാംഗ്വേജ് ഇല്ലാത്ത ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഒരു ക്രോസ് ഫെർട്ടിലൈസേഷനിൽ സംഭവിക്കുന്നതാണ് പിഡ്ജിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പിഡ്ജിന്റെ വൊക്കാബുലറി അല്ലെങ്കിൽ ഒരു പിഡ്ജിന്റെ വേർഡ്സ്, സൗണ്ട്സ് എന്നൊക്കെ പറയുന്നത് മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ നിന്ന്, ചിലപ്പം അതിൽ ഒരു ലാംഗ്വേജിൽ നിന്ന് വേർഡ്സ് ആയിരിക്കാം, വേറൊരു ലാംഗ്വേജിന്റെ സൗണ്ട് ആയിരിക്കാം, വേറൊരു ലാംഗ്വേജിന്റെ ബോഡി ലാംഗ്വേജ് ആയിരിക്കാം. അങ്ങനെ പല ലാംഗ്വേജസിന്റെയും പല ഫീച്ചേഴ്സ് ആണ് പൊതുവെ ഇവിടെ യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് ലിമിറ്റഡ് ടു കോർ വൊക്കാബുലറി, ഒരു ലിമിറ്റഡ് കോർ വൊക്കാബുലറി ആണ് പിഡ്ജിൻസിന് ഉള്ളത്. അപ്പൊ പിഡ്ജിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സെറ്റ് ഓഫ് ഫ്രേസസ് ആണ്, അല്ലെങ്കിൽ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് സെന്റൻസസ് അല്ലെങ്കിൽ വേർഡ്സ് ആണ് ഉള്ളത്. കാരണം ഇതിന്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് എസെൻഷ്യൽ കമ്മ്യൂണിക്കേഷൻ മാത്രമാണ്. ഈ എന്താ പറയാ, സുഖവിവരങ്ങളോ അല്ലെങ്കിൽ ലിറ്റററി സെൻസോ എസ്തെറ്റിക് സെൻസോ ഒന്നുമല്ല, ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് പിഡ്ജിന്റെ പേർപ്പസ് എന്ന് പറയുന്നത്. അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കും പിഡ്ജിന്റെ വൊക്കാബുലറി എപ്പോഴും ഡെവലപ്പ് ചെയ്യുന്നത്. ആൻഡ് വേർഡ്സ് മേ അക്വയർ ന്യൂ ഓർ അഡീഷണൽ മീനിങ്സ്. അതായത് പിഡ്ജിൻസ് എപ്പോഴും അവരുടെ വേർഡ്സിനെ റീപർപ്പസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് റീപർപ്പസ് ചെയ്യാം, അല്ലെങ്കിൽ അതായത് അതിനൊരു എന്താണ് ഒരു കോണ്ടെക്സ്റ്റിനെ സ്യൂട്ട് ചെയ്തുകൊണ്ട് ഇവിടെയുള്ള വേർഡ്സിന് തന്നെ വേറൊരു മീനിങ് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ ഒരു രീതിയിലോട്ടൊക്കെ ഈ ഒരു എന്താണ് വൊക്കാബുലറി അല്ലെങ്കിൽ വേർഡ്സിന് പുതിയ മീനിങ് അല്ലെങ്കിൽ ഒരു എക്സ്റ്റെൻഡഡ് മീനിങ് കൊണ്ടുവരാനായിട്ടൊക്കെ പിഡ്ജിൻസിന് പറ്റും. അപ്പൊ ഇത്രയാണ് പിഡ്ജിൻസിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി പിഡ്ജിന്റെ സോഷ്യൽ പെർസെപ്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഹിസ്റ്റോറിക്കലി കൺസിഡേർഡ് എ ഫോം ഓഫ് പറ്റോയിസ് ഓർ അൺസോഫിസ്റ്റിക്കേറ്റഡ് വേർഷൻ ഓഫ് ലെക്സിഫയേഴ്സ്. അതായത് എന്താണ് നമ്മൾ ഹിസ്റ്റോറിക്കലി ഒരു ഫസ്റ്റ് ലാംഗ്വേജ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ആയിട്ടോ ഒന്നുമല്ല ആരും പിഡ്ജിനെ കാണുന്നത്, ഒരു അൺസോഫിസ്റ്റിക്കേറ്റഡ് വേർഷൻ ആയിട്ടാണ് കാണുന്നത്. ഇറ്റ് ഹാസ് ടിപ്പിക്കലി ലോ പ്രസ്റ്റീജ് കമ്പയർഡ് ടു അതർ ലാംഗ്വേജ്. ബാക്കി ലാംഗ്വേജിനെ വെച്ച് നോക്കുമ്പം ഒരു സെക്കൻഡറി ലാംഗ്വേജ് ആയിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താണ് ഒരു പ്രിവിലേജ് ഉള്ള ഒരു ലാംഗ്വേജ് ആയിട്ടല്ല പൊതുവെ പിഡ്ജിനെ കാണുന്നത്. നോട്ട് ഓൾ സിംപ്ലിഫൈഡ് ഫോംസ് ഓഫ് എ ലാംഗ്വേജ് ആർ പിഡ്ജിൻസ്, ഈച്ച് ഹാസ് ഇറ്റ്സ് ഓൺ നോംസ് ഓഫ് യൂസ്. എന്ന് പറഞ്ഞ ഒരു ലാംഗ്വേജിൽ ഏതൊക്കെ ലാംഗ്വേജ് സിംപ്ലിഫൈ ആയാലും അതെല്ലാം പിഡ്ജിൻ ആണെന്നില്ല. ഓരോ സിംപ്ലിഫൈഡിനും ഓരോ പർപ്പസ് ഉണ്ട്. അതിൽ പ്രാക്ടിക്കൽ പർപ്പസിനെയും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സ്യൂട്ട് ചെയ്യുന്നതാണെങ്കിലാണ് നമ്മൾ പിഡ്ജിൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതായിരുന്നു ഒരു പിഡ്ജിന്റെ സോഷ്യൽ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ഇനി പിഡ്ജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ, പിഡ്ജിൻസ് ആർ ടിപ്പിക്കലി ലെസ് മോർഫോളജിക്കലി കോംപ്ലെക്സ്. അതായത് ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പം നമുക്കറിയാം ഏതൊക്കെ വേർഡ്സ് ഇങ്ങനെ പ്രൊനൗൺസ് ചെയ്യണം, ഇതിങ്ങനെ പ്രൊനൗൺസ് ചെയ്യാൻ പാടില്ല, ഇന്ന വേർഡ്സുകൾ സൈലന്റ് ആയിരിക്കണം, ഈ വേർഡ്സുകൾ ഈ രീതിയിലായിരിക്കണം പ്രൊനൗൺസ് ചെയ്യുക. ഇതെല്ലാം നമുക്കറിയാം. അതായത് നമുക്കറിയാം ദ യൂസ് ഓഫ് ഫൊനീംസ്, മോർഫീംസ്, പിന്നെ എന്താണ് സെമാൻറ്റിക്സ്, സിൻടാക്സ്, അങ്ങനെ ഒരു ലാംഗ്വേജിന്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ പഠിക്കുന്നതാണ്. ഇത് ഓൾമോസ്റ്റ് എല്ലാ ഫസ്റ്റ് ലാംഗ്വേജസിലും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. മലയാളത്തിന് മലയാളത്തിൻ്റെതായിട്ടുള്ള ഉപമകളുണ്ട്, വ്യാകരണങ്ങളുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. ഹിന്ദിക്ക് അങ്ങനെയുണ്ട്, തമിഴിന് തമിഴിൻ്റെതായിട്ടുള്ള ഒരു ഹിസ്റ്ററി ഉണ്ട്. പക്ഷേ പിഡ്ജിൻസ് എടുക്കുമ്പോഴത്തേക്കും മോർഫോളജിക്കലി അത്ര കോംപ്ലെക്സ് ആയിരിക്കില്ല പൊതുവെ പിഡ്ജിൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് മോർ സിൻടാക്ടിക്കലി റിജിഡ് വിത്ത് ഫ്യുവർ മോർഫോ സിൻടാക്ടിക് ഇറഗുലാരിറ്റീസ്. അതായത് ഒരു ഐസൊലേറ്റിംഗ് ലാംഗ്വേജസ് പോലെ അല്ലെങ്കിൽ അതിനോട് സിമിലാരിറ്റി ഉള്ള രീതിയാണ് പൊതുവെ പിഡ്ജിൻസ് വരുന്നത്. അൺകോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചർ ആയിരിക്കും, നോ എംബഡഡ് ക്ലോസസ്. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം ഒരു എന്താണ് നമ്മൾ കൊച്ചിലൊക്കെ പഠിക്കുന്ന പോലെ രാമ കിൽഡ് രാവണ വാസ് കിൽഡ് ബൈ രാമ, അങ്ങനെയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസോ കാര്യങ്ങളോ അതൊന്നും ഇപ്പൊ അതുപോലെ തന്നെ നമുക്കറിയാം ഷീ ആണെങ്കിൽ ഷീ ലിവ്സ് ആയിരിക്കും, ദേ ആണെങ്കിൽ ദേ ലിവ് ആയിരിക്കും. അപ്പം ഇങ്ങനെയുള്ള റൂൾസോ കാര്യങ്ങളോ അത്ര ബാധകമായിരിക്കത്തില്ല പിഡ്ജിൻ എന്ന് പറയുന്നത്. അപ്പോൾ അൺകോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലോസൽ സ്ട്രക്ചറാണ് നമുക്ക് ഇതിൽ കാണാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു പിഡ്ജിൻസിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് തന്നെ ബേസിക് കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് ഒരു ലാംഗ്വേജിനെ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ലാംഗ്വേജസിനെ എടുത്തിട്ട് ഈ പർട്ടിക്കുലർ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് മാത്രം സെലക്ട് ചെയ്ത് കുറച്ച് വൊക്കാബുലറി കാര്യങ്ങളും എടുക്കുവാണ് നമ്മളൊരു പിഡ്ജിനിൽ ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു ഫോണോളജിക്കൽ സിംപ്ലിഫിക്കേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. കാരണം ഒരു പിഡ്ജിൻ വർക്ക് ആവണമെങ്കിൽ തന്നെ അതിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് അതിന്റെ സിംപ്ലിസിറ്റിയും
അതിൻ്റെ എഫിഷ്യൻസിയും ആയിരിക്കും. അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ അവിടെ കാര്യങ്ങൾ നടന്നു പോകണം. ഓക്കെ, സിമ്പിൾ ആയിരിക്കുകയും വേണം, എന്നാൽ കാര്യങ്ങൾ നടന്നു പോവുകയും വേണം. അതാണ് പിഡ്ജിന്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത്. സോ അപ്പം അതുകൊണ്ട് തന്നെ ദേ ഓഫൺ ഒമിറ്റ് കോംപ്ലെക്സ് ഗ്രാമർ, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ എന്താണ് കൾച്ചറൽ നുവാൻസസ്, അല്ലെങ്കിൽ ഗ്രാമർ നുവാൻസസ്, കൾച്ചറൽ റെഫറൻസസ്, ഇങ്ങനത്തെയുള്ള കാര്യങ്ങളെ എല്ലാം തന്നെ ഈ പറയുന്ന പിഡ്ജിൻ അവോയ്ഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. Okay, so reduction of consonant clusters often using epenthesis, elimination of aspiration or sound changes, common monotognation using a few basic vowels as possible. അപ്പം വളരെ ബേസിക് വവൽസ്, ഈ ഐ ഒ യു അങ്ങനെയുള്ള ബേസിക് വവൽസുകളും കാര്യങ്ങളും മാത്രമേ ഇവിടെ അങ്ങനെ യൂസ് ചെയ്ത് വരത്തുള്ളൂ. അപ്പം ഇതെല്ലാം ഈ ഒരു രീതിയിലാണ്. അതായത് എന്താണ്, നമ്മൾ ഒരു പിഡ്ജിൻ നമ്മൾ എടുക്കുവാണെങ്കിൽ ആ ഒരു ലാംഗ്വേജിനെ വെച്ച് നോക്കിയാൽ ആ ലാംഗ്വേജിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത ഒരു പിഡ്ജിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ 2-3 ലാംഗ്വേജസിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത പിഡ്ജിൻ എന്ന് പറയുമ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു പിഡ്ജിനിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗ്രാമറും ഒരു ഏകദേശം ആബ്സെന്റ് ആണ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഗ്രാമർ ആണുള്ളത്. അപ്പം നോ ഗ്രാമാറ്റിക്കൽ ടെൻസ് ആണ്. ടെൻസ് ഒക്കെ സെപ്പറേറ്റ് വേർഡ്സ് ആണ്. യൂഷ്വലി ബിഫോർ ദി വേർബിലൊക്കെ നമ്മൾ കൊടുക്കുന്ന രീതിയിൽ എന്താണ് സെപ്പറേറ്റ് വേർഡ്സ് ആയിട്ടാണ് നമ്മൾ ഗ്രാമറും ടെൻസും ഒക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ കോൺജുഗേഷനോ ഡിക്ലൻഷനോ എഗ്രിമെന്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ അതിൻ്റെ അകത്ത് വരാറില്ല. നോ ജെൻഡർ നമ്പർ, അല്ലെങ്കിൽ ജെൻഡർ അല്ലെങ്കിൽ ഗ്രാമാറ്റിക്കൽ ജെൻഡറോ നമ്പറോ പ്ലൂറൽ സൂപ്പർലേറ്റീവ്സ് ഇതൊന്നും അങ്ങനെ പറയാറില്ല. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടി സംസാരിക്കുന്ന പോലെയാണ്. ഓക്കെ, ഇപ്പോൾ 1 2 3 4 അങ്ങനെ എല്ലാ വേർഡ്സും കാൽക്കുലേറ്റ് ചെയ്യാതെ അതിന് പകരം പറയാണ് എനിക്ക് 1 വേണം എന്ന് പറഞ്ഞാൽ എനിക്ക് 2 എണ്ണം വേണം. ആ ഒരു രീതിയിലായിരിക്കും പൊതുവെ പിഡ്ജിൻസ് വർക്ക് ചെയ്യുന്നത്. നോ ക്ലിയർ പാർട്സ് ഓഫ് സ്പീച്ച്, frequent use of conversion for new vocabulary, nominalization, verbification, objectivization, അങ്ങനെ പല രീതികളിലുള്ള എന്താണ് എപ്പോഴും പുതിയ വൊക്കാബുലറി അവിടെ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കും. ആൻഡ് ആ ഒരു കൺവേർഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു ഗ്രാമർ എന്ന് പറയുന്ന ഒരു കാര്യം, പൊതുവെ ഒരു ലാംഗ്വേജിൽ ഗ്രാമർ എന്ന് പറയുന്നത് അതിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് അത് ഫിക്സ്ഡ് ആകാനായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ ഗ്രാമർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിന് വീണ്ടും വീണ്ടും ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതാണ് ഇതിന്റെ ഒരു മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. Now let's look at a question asked in July 2003 exam regarding pidgin. Dash is often a hybrid of 2 languages, although one may predominate and comes into existence in an area where at least 2 different language groups come into contact and have specific communicative needs. അത് എളുപ്പമാണ്. സോഷ്യോലെക്ട്, ഇഡിയോലെക്ട്, ക്രിയോൾ, പിഡ്ജിൻ. നമുക്കറിയാം the correct answer എന്ന് പറയുന്നത് പിഡ്ജിൻ ആണ്. അപ്പൊ ഇവിടെ പിഡ്ജിന്റെ ഒരു ഡെഫിനിഷൻ തന്നെ നമുക്ക് മനസ്സിലാകും. അതായത് ഒന്ന്, പിഡ്ജിൻ എന്ന് പറഞ്ഞാൽ 2 ലാംഗ്വേജിന്റെ ഹൈബ്രിഡ് ആണ്. 2 ലാംഗ്വേജും കൂടി മിക്സ് ചെയ്ത് വരുന്നതാണ്. ഇതിലേതെങ്കിലും ഒരു ലാംഗ്വേജ് ആയിരിക്കും ഇവിടെ പ്രിഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇത് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് മൾട്ടി ലിംഗ്വൽ ആയിട്ടുള്ള, അതായത് അറ്റ്ലീസ്റ്റ് 2 ഡിഫറെന്റ് ലാംഗ്വേജ് ഗ്രൂപ്പ്സ് കോണ്ടാക്ട് വരുന്ന ഒരു ഏരിയയിലായിരിക്കും. ആൻഡ് അവർക്ക് എന്തെങ്കിലും ഒരു പ്രാക്ടിക്കൽ പർപ്പസ് വേണം. ഓക്കെ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞ പിഡ്ജിന്റെ ഡെഫിനിഷൻ ആണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, പിഡ്ജിൻ. And there was another question asked regarding pidgin in July 2021 exam. Talk pigeon, which emerged in the context of extensive multilingualism and developed into an urban vernacular, is a best example of. അപ്പോൾ ടോക്ക് പിജിൻ എന്ന് പറയുന്നത് ഒരു വേർഡ് ആണ്. അപ്പൊ അത് ആ ടേം എന്ന് പറയുന്നത് എന്തിന്റെ എക്സാമ്പിൾ ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. പിഡ്ജിൻ, ക്രിയോൾ, എക്സ്പാൻഡഡ് പിഡ്ജിൻ, ലിംഗ്വ ഫ്രാങ്ക. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എക്സ്പാൻഡഡ് പിഡ്ജിൻ ആണ്. അതായത് എക്സ്പാൻഡഡ് പിഡ്ജിൻ എന്ന് പറഞ്ഞാൽ ക്രിയോളൈസ്ഡ് ആകാത്ത ഒരു പിഡ്ജിൻ, അത് ബട്ട് ഇറ്റ് ഈസ് സ്റ്റാൻഡേർഡൈസ്ഡ് ആൻഡ് യൂസ്ഡ് ഇൻ ഓൾ ഡൊമെയിൻസ്. അതായത് ഒരു പിഡ്ജിനെ നമ്മൾ അത് സ്റ്റാൻഡേർഡൈസ് ആയി പക്ഷെ ക്രിയോൾ ആയിട്ടില്ല, അത് എല്ലാ ഡൊമെയിനിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിനൊരു കോംപ്ലെക്സ് ഗ്രാമർ ആണ്, എ ഡെവലപ്പിംഗ് വേർഡ് ഫോർമേഷൻ കോമ്പോണന്റ് ആൻഡ് ആൻ ഇൻക്രീസ് ഇൻ സ്പീച്ച് ടെമ്പോ. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഓൾമോസ്റ്റ് ഓൾ ഡൊമെയിൻസ് ഓഫ് എവറിഡേ ലൈഫ് ഫോർ സെൽഫ് എക്സ്പ്രഷൻ, വേർഡ് പ്ലേ, ലിറ്ററേച്ചർ, is instrumental in providing cohesion in heterogeneous groups. The best known expanded pidgins are West African Pidgin English and
ടോക്ക് പിജിൻ. സോ കോൺട്രാസ്റ്റ് വിത്ത് ഫസ്റ്റ് ജനറേഷൻ, അതായത് ഫസ്റ്റ് ജനറേഷൻ പിജിൻ കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന ക്രിയോൾ ആകുന്നതിന് മുൻപുള്ള ഒരു പിജിൻ, അതാണ് വെസ്റ്റ് ആഫ്രിക്കൻ പിജിൻ ഇംഗ്ലീഷ് ടോക്ക് പിജിൻ. പക്ഷെ ഇത് അവരുടെ കുറച്ചും കൂടി എന്താണ്, അവരുടെ ആ ഒരു കൾച്ചറിനെ റെഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു സെൽഫ് എക്സ്പ്രഷൻ, വേൾഡ് പ്ലേ, ലിറ്ററേച്ചറിലൊക്കെ നമ്മൾ പതുക്കെ ഇവിടെ വരുന്ന വേർഡ്സുകൾ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങുവാണ്. അപ്പൊ അതിന്റെ എക്സ്പാൻഡഡ് പിജിന്റെ 2 എക്സാമ്പിൾ ആണ് വെസ്റ്റ് ആഫ്രിക്കൻ പിജിൻ ഇംഗ്ലീഷും അതുപോലെ തന്നെ ടോക്ക് പിജിനും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, എക്സ്പാൻഡഡ് പിജിൻ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് പിജിനെ കുറിച്ചാണ്. എന്താണ് പിജിൻ, പിജിൻ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, പിജിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, ഗ്രാമർ എന്തൊക്കെയാണ്, പിന്നെ സെറ്റിന്റെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്. അപ്പൊ ഇത്രയാണ് നമ്മൾ പിജിനെ കുറിച്ച് പറയുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് പിജിന്റെ നെക്സ്റ്റ് പാർട്ട്, അതായത് ക്രിയോളിനെ കുറിച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക് യു.